ഓസ്കാർ വൈൽഡ് എഴുതിയ സ്വാർത്ഥനായ രാക്ഷസൻ എന്ന കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരിടത്ത് ഒരു സ്വാർത്ഥനായ രാക്ഷസനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മനോഹരമായ കൊട്ടാരവും അതിനു ചുറ്റും ഭംഗിയുള്ള ഒരു പൂന്തോട്ടവും ഉണ്ടായിരുന്നു. പൂന്തോട്ടത്തിലെ പുല്ലുകളിൽ നക്ഷത്രങ്ങളെ പോലെ പൂക്കൾ വിടർന്നു നിന്നു. അവിടെ 12 പീച്ച് മരങ്ങൾ ഉണ്ടായിരുന്നു. വസന്തകാലത്ത് വെള്ളയും പിങ്ക് നിറത്തിലുമുള്ള പുഷ്പങ്ങളാൽ ആ പീച്ച് മരങ്ങൾ നിറഞ്ഞിരുന്നു. പിന്നീട് ശരത്കാലമാകുമ്പോൾ അത് മധുരമുള്ള പീച്ച് ഫ്രൂട്ടായി മാറും. അവിടെയുള്ള കുട്ടികൾ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ കളിക്കാൻ ഓടിയെത്തുന്നത് വിശാലമായ ഈ പൂന്തോട്ടത്തിലായിരുന്നു. നിറയെ പൂക്കളും പഴങ്ങൾ നിറഞ്ഞ മരങ്ങളും ഉള്ള പൂന്തോട്ടമായിരുന്നു അത്. കുട്ടികൾ അവിടെയുള്ള വൃക്ഷങ്ങളിൽ കയറി മറിഞ്ഞ് കളിക്കും. പലതരം പക്ഷികളും പൂമ്പാറ്റകളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷികൾ എപ്പോഴും വൃക്ഷങ്ങളിലിരുന്ന് പാട്ടുകൾ പാടും. അവിടെയുള്ള വാനമ്പാടിയുടെ പാട്ടുകൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികൾ വാനമ്പാടിയുടെ പാട്ട് കേൾക്കുമ്പോൾ കളികളെല്ലാം നിർത്തിവെച്ച് ആ പാട്ടിന് കാതോർക്കും. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആ പൂന്തോട്ടത്തിൽ കളിക്കാൻ പറ്റുന്നത് എന്നറിയാമോ? സ്വാർത്ഥനായ രാക്ഷസൻ അവിടെയില്ല. ആ കൊട്ടാരവും പൂന്തോട്ടവും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് താമസിക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. 7 വർഷത്തിന് ശേഷം രാക്ഷസൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അപ്പോഴാണ് തൻ്റെ പൂന്തോട്ടത്തിൽ കുട്ടികൾ കളിക്കുന്നത് കാണുന്നത്. രാക്ഷസൻ വന്ന വിവരം കുട്ടികൾ അറിഞ്ഞിരുന്നില്ല. കുട്ടികൾ കൂട്ടത്തോടെ പൂന്തോട്ടത്തിൽ എത്തി. മരങ്ങളിൽ കയറി. അവർ അവിടെ കളിക്കാൻ തുടങ്ങി. എല്ലാ ദിവസത്തെയും പോലെ ചെടികളെല്ലാം പൂക്കളാൽ നിറഞ്ഞിരുന്നു. വൃക്ഷങ്ങൾ കുട്ടികൾക്ക് കയറാൻ പറ്റത്തക്ക വിധത്തിൽ കൊമ്പുകൾ താഴ്ത്തിക്കൊടുത്തു. കുട്ടികളെ കണ്ട് രാക്ഷസൻ ഉറക്കെ അലറി. രാക്ഷസൻ കുട്ടികളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ആരാണ് എൻ്റെ തോട്ടത്തിൽ അനുവാദമില്ലാതെ കയറിയിരിക്കുന്നത്? ഇത് എൻ്റെ പൂന്തോട്ടമാണ്, എൻ്റേതു മാത്രമാണ്. അന്യർക്ക് ഇവിടെ പ്രവേശനമില്ല. വേഗം ഇവിടെ നിന്നിറങ്ങിപ്പോകൂ, രാക്ഷസൻ അലറി. ഇത് കണ്ട് കുട്ടികൾ ഭീതിയോടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അന്നു തന്നെ രാക്ഷസൻ തൻ്റെ തോട്ടത്തിന് ചുറ്റും വലിയ മതിൽ പണിതു. അവിടെ ഒരു പരസ്യ ബോർഡും സ്ഥാപിച്ചു. അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ഇതായിരുന്നു ബോർഡിൽ എഴുതിയിരുന്നത്. പാവം കുട്ടികൾ. അവർ എവിടെ കളിക്കും? രാക്ഷസൻ്റെ കോട്ടയ്ക്ക് ചുറ്റും അവർ നടക്കും. ആ പൂന്തോട്ടത്തിൽ നമുക്ക് എന്ത് സന്തോഷമായിരുന്നു! അവർ അതിനെപ്പറ്റി എപ്പോഴും പറയുമായിരുന്നു. പിന്നീട് അവർ റോഡിൽ കളിക്കാൻ നോക്കി. പക്ഷേ അവർക്ക് അവിടെ കളിക്കുന്നത് ഇഷ്ടമായില്ല. കാരണം മണ്ണും പൊടിയും മാത്രമല്ല, കൂർത്ത കല്ലുകൾ കൊണ്ട് അവരുടെ കാലുകൾ മുറിഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. രാക്ഷസൻ്റെ പൂന്തോട്ടത്തിലെ ചെടികൾ കുട്ടികൾ വരാതെയായപ്പോൾ പൂക്കാതെയായി. വാനമ്പാടികൾ കുട്ടികളില്ലാത്ത പൂന്തോട്ടത്തിൽ നിന്ന് എവിടേക്കോ പോയി. ഫലവൃക്ഷങ്ങളിൽ പൂക്കളൊന്നും ഉണ്ടായില്ല. കുട്ടികളില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടി ഒരുങ്ങണം? അതാവാം പൂക്കൾ വിരിയാഞ്ഞത്. ഒരിക്കൽ പച്ചപ്പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കൊച്ചു പൂവ് തലപൊക്കി നോക്കി. കുട്ടികളെ കാണാത്തതുകൊണ്ട് അവ ഉടനെ വാടിപ്പോയി. പൂക്കാലം ആ പൂന്തോട്ടത്തെ മറന്നു. മഞ്ഞും ശൈത്യവും അവിടെ താമസിക്കാനെത്തി. മഞ്ഞ് തൻ്റെ വിശാലമായ പരവതാനി ആ തോട്ടത്തിൽ വിരിച്ചു. വൃക്ഷങ്ങളെല്ലാം മഞ്ഞാൽ മൂടി. ആ രാജ്യത്ത് എല്ലായിടത്തും മുക്കിലും മൂലയിലും പൂക്കാലം വന്നു. പക്ഷേ രാക്ഷസൻ്റെ തോട്ടത്തിൽ മാത്രം ശൈത്യം. മഞ്ഞ് തൻ്റെ കൂട്ടുകാരനായ ആലിപ്പഴത്തെ തോട്ടത്തിലേക്ക് ക്ഷണിച്ചു. ആലിപ്പഴം അവിടെ എത്തി. വലിയ മഞ്ഞുകട്ടകൾ അവ പൊഴിച്ചുകൊണ്ടിരുന്നു. രാക്ഷസൻ്റെ കൊട്ടാരത്തിലെ ഓടുകളെല്ലാം മഞ്ഞ് ഓരോന്നായി താഴത്തേക്കിട്ട് പൊട്ടിച്ചു. മഞ്ഞും ആലിപ്പഴവും കൂടി വടക്കൻ കാറ്റിനെ അവിടേക്ക് ക്ഷണിച്ചു. അവിടെ വടക്കൻ കാറ്റെത്തി.
അവിടെങ്ങും ചീറിപ്പാഞ്ഞ് നടന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രാക്ഷസൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ പൂന്തോട്ടത്തിൽ മാത്രം ഇത്ര മഞ്ഞുകാലം? പൂക്കാലം എന്തുകൊണ്ടാണ് എൻ്റെ പൂന്തോട്ടത്തിൽ വരാതിരിക്കുന്നത്? ഒരു ദിവസം രാക്ഷസൻ ഉണർന്നത് ഒരു പക്ഷിയുടെ പാട്ട് കേട്ടുകൊണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് തോന്നി വസന്തകാലം വന്നിരിക്കുന്നു എന്ന്. അയാൾ മരങ്ങളിൽ സൂക്ഷിച്ചു നോക്കി. മരങ്ങളെല്ലാം പൂത്തിരിക്കുന്നു. ഓരോ മരത്തിലും കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് രാക്ഷസന് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ മതിലിൽ ഉണ്ടായിരുന്ന ചെറിയ ദ്വാരത്തിലൂടെ കുട്ടികൾ പൂന്തോട്ടത്തിൽ കയറിയതായിരുന്നു. കുട്ടികൾ വന്നതോടെ വൃക്ഷങ്ങൾ പൂത്തു. രാക്ഷസൻ പൂന്തോട്ടത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയോടി. രാക്ഷസൻ നോക്കിയപ്പോൾ പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം വസന്തം എത്തിയിട്ടില്ല. അവിടെ ഒരു കുഞ്ഞ് മരത്തിൽ കയറാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. രാക്ഷസനെ കണ്ടതും മറ്റു കുട്ടികൾ വൃക്ഷത്തിൽ നിന്നും ചാടി ഇറങ്ങി ഓടി. എന്നാൽ ആ കൊച്ചു കുട്ടി മാത്രം ഓടിയില്ല. അവൻ രാക്ഷസനെ കണ്ടിരുന്നില്ല. കാരണം അവൻ്റെ കണ്ണുകൾ കണ്ണീരാൽ നിറഞ്ഞിരുന്നു. രാക്ഷസൻ അവിടെ ചെന്ന് ആ കുട്ടിയെ എടുത്ത് വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ഇരുത്തി. അവനെ ഉയർത്തിയപ്പോൾ രാക്ഷസന് ആ കുഞ്ഞ് ഒരു ഉമ്മ കൊടുത്തു. അത് കണ്ട മറ്റു കുട്ടികൾ രാക്ഷസനുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ രാക്ഷസൻ വലിയ ചുറ്റികയുമായി വന്ന് പൂന്തോട്ടത്തിൻ്റെ മതിലുകൾ ഇടിച്ചു നിരത്തി. പിന്നീട് അവിടെ വെച്ചിരുന്ന ബോർഡ് എടുത്തു മാറ്റി. ആ പൂന്തോട്ടം കുട്ടികൾക്കായി തുറന്നു നൽകി. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞാൽ ഓടി രാക്ഷസൻ്റെ പൂന്തോട്ടത്തിൽ എത്തിക്കളിക്കും. രാക്ഷസനും അവരോടൊപ്പം കളിക്കും. രാക്ഷസൻ എന്നും മറ്റുള്ള കുട്ടികളോട് തനിക്ക് ആദ്യമായി ഉമ്മ തന്ന ആ ചെറിയ കുട്ടിയെപ്പറ്റി ചോദിക്കും. പക്ഷേ മറ്റുള്ള കുട്ടികൾക്കൊന്നും ആ കുട്ടിയെ ആരെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും അറിയില്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. രാക്ഷസന് പ്രായമായി. പക്ഷേ കുട്ടികൾ എന്നും വന്ന് അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ കളിക്കും. അദ്ദേഹത്തിന് തീരെ വയ്യ. ഇപ്പോൾ കുട്ടികളുടെ കൂടെ കളിയൊന്നുമില്ല. അവർ കളിക്കുന്നത് നോക്കി നിൽക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രാക്ഷസൻ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു വൃക്ഷം നിറയെ വെള്ളപ്പൂക്കൾ. അതിൻ്റെ ചുവട്ടിൽ താൻ ഇത്രയും നാൾ തേടി നിന്ന തനിക്ക് ആദ്യമായി ഉമ്മ തന്ന കുഞ്ഞ്. രാക്ഷസൻ തിടുക്കത്തിൽ കോണിപ്പടികൾ ഇറങ്ങി അവിടേക്ക് ഓടിച്ചെന്നു. അപ്പോൾ അദ്ദേഹം ആ കാഴ്ച കണ്ടു. തനിക്ക് ആദ്യമായി ഉമ്മ തന്ന ആ കുട്ടിയുടെ ശരീരത്തും കൈകളിലും കാലുകളിലും എല്ലാം മുറിഞ്ഞ പാടുകൾ. കൈകാലുകളിൽ ആണിപ്പാടുകളുമുണ്ട്. രാക്ഷസന് നന്നായി ദേഷ്യം വന്നു. രാക്ഷസൻ പറഞ്ഞു, ആരാ കുഞ്ഞെ നിന്നെ ഇത്ര മുറിവേൽപ്പിച്ചത്? നിന്നെ ഈ വിധത്തിൽ ഉപദ്രവിച്ചവനെ ഞാൻ എൻ്റെ വാള് കൊണ്ട് വെട്ടി നുറുക്കും. അപ്പോൾ കുട്ടി ശാന്തനായി പറഞ്ഞു, ഇത് ഞാൻ സ്നേഹിച്ചവർ എനിക്ക് നൽകിയ സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ അവരോട് യാതൊരുവിധ പ്രതികാരവും ചെയ്യാൻ സാധിക്കില്ല. രാക്ഷസനോട് ആ കുഞ്ഞ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരിക്കൽ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ കളിക്കാൻ അനുവദിച്ചു. ഇന്ന് ഇതാ എൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് നിങ്ങൾ എൻ്റെ സ്വർഗമാകുന്ന പൂന്തോട്ടത്തിലേക്ക് വരിക. നിങ്ങൾക്കവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം. പിറ്റേ ദിവസം തോട്ടത്തിലെത്തിയപ്പോൾ വൃക്ഷത്തിന് ചുവട്ടിൽ വെള്ളപ്പൂക്കൾ പൊതിഞ്ഞു കിടക്കുന്ന രാക്ഷസൻ്റെ ജീവനില്ലാത്ത ശരീരമാണ് കുട്ടികൾ കാണുന്നത്. അങ്ങനെ രാക്ഷസൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞ് താമസിക്കുന്ന സ്വർഗമാകുന്ന ആ പൂന്തോട്ടത്തിലേക്ക് യാത്രയായി.